അപ്പം ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോവാ? ഓടാൻ പോകുന്നു. ജോഗിങ്. ഓക്കെ ഗൈസ്, അങ്ങനെ ഞങ്ങൾ നല്ല തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് ബോഡിയൊക്കെ ഒന്ന് ഫിറ്റ് ആവണം. ഇത് ഞങ്ങൾ തീരുമാനിച്ചിട്ട് 1 മാസമായി ഡെയിലി രാവിലെ പോകണം. പക്ഷെ ഇന്നാണ് നടന്നത്. അപ്പം അവിടെ പോയിട്ട് കാണാം. ബൈ. ഇന്നാണ് നടന്നതെന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് നടക്കരുത്, ജോഗിങ്ങിനാ പോണത്. ആലോചിക്കാം. ശ്യാമിക്കാറും നടക്കും അല്ലേ? ആൾക്ക് ഒരു റൗണ്ടിന്റെ പകുതി എത്തുമ്പോ നടന്നു തുടങ്ങും. ഞാൻ അവിടെ ഇരിക്കാം, നിങ്ങൾ പോയി ഞാൻ റെസ്റ്റ് എടുക്കാം. നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോന്ന് ഞാൻ നോക്കാം. അല്ലല്ല, നിങ്ങൾ ചെയ്യുന്നുണ്ടോന്ന് ഞാൻ അവിടെ നിന്ന് വാച്ച് ചെയ്യാം. നിങ്ങൾ ഓടിയിട്ട് വാ. എന്താ പറയുന്നത്? അങ്ങനെ പലതും വിളിക്കും. കടയിൽ ഇങ്ങനെ വിളിക്കും, വാ വാ, കടികൾ ഇവിടെ ഇരിപ്പുണ്ട്. സൂര്യൻ ഉദിച്ച് അങ്ങ് ഉച്ചിയിലെത്തി. അപ്പോഴാ ജോക്കിങ്ങിന് പോണത്. വിറ്റാമിൻ എല്ലാം പറ. വിറ്റാമിൻ A B C D എല്ലാം പറ. ഏതാ കറക്റ്റ് എന്ന് വെച്ചാൽ അതാവട്ടെ. ഈ സമയത്ത് ആരെങ്കിലും പോവോ? നമ്മൾ എവിടെ പോണേന്ന് പറഞ്ഞില്ലല്ലേ? നമ്മുടെ കൊല്ലത്തിന്റെ അഭിമാനമായ ആശ്രാമത്ത്. എന്തൊരു ഡേയോ കണ്ട? ജനുവരി 26 ഇൻഡിപെൻഡൻസ് ഡേ. ജനുവരി 26 അല്ല, ഇന്ന് ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ. പറഞ്ഞൊരു കേക്കിന്റെ ഒരു പോസ്റ്റർ റിപ്പബ്ലിക് ഡേയുടെ വെച്ചിട്ട് എഡിറ്റ് ചെയ്ത് തരാൻ. ഷാ ഉടനെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഓഗസ്റ്റ് ഭയങ്കരമായിട്ട് പൊലിപ്പിച്ച് ഭയങ്കരമായിട്ട് പൊലിപ്പിച്ച് ഇതൊക്കെ. അയ്യോ കഷ്ട. അങ്ങ് ഈ പോസ്റ്ററൊക്കെ എഡിറ്റ് ചെയ്ത് പറഞ്ഞാൽ എങ്ങനെയുണ്ട്? ഞാനുണ്ടാക്കിയതാ, കൊള്ളാമോ? എഡിറ്റ് ചെയ്തത് രണ്ടും ബെസ്റ്റാ, ബെസ്റ്റ്. നമ്മള് കടപ്പാക്കട കഴിഞ്ഞു ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോ എവിടാ നിക്കുന്ന? എവിടാ? നിങ്ങളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആശ്രമമാണ് ഗൈസ്. ഞങ്ങൾ അങ്ങനെ ഓടാൻ പോവാ. സമയം എത്ര ആയിച്ചാ? 7:35. അപ്പൊ നമുക്ക് തുടങ്ങാം. കമോൺ. ഓടാൻ വന്നിട്ട് നടക്കുകയാണ് ഗൈസ് ഇവർ രണ്ടുപേരും. റിപ്പബ്ലിക് ഡേയും പിന്നെ ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാഴ്ചകൾ ഇന്ന് കാണാനുണ്ടായിരുന്നു. കുറച്ച് NCC കേഡറ്റ്സ് കൊടിയൊക്കെ പിടിച്ച് ഓടുന്നുണ്ടായിരുന്നു. പിന്നെ സൈഡിൽ ഷട്ടിൽ ബാറ്റ് കളിക്കുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ജോയിങ്ങിന് വന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ ക്രിക്കറ്റ് കളിക്കാൻ വന്നവരുണ്ടായിരുന്നു. ക്രിക്കറ്റ് തന്നെ പലയിടത്ത് നിന്ന് കളിക്കുന്ന ആൾക്കാരുണ്ടെന്ന് വെച്ചാൽ പല ഗ്രൂപ്പായിട്ട്, ഒരു സൈഡിലൊരു ഗ്രൂപ്പ്, അടുത്ത സൈഡിലൊരു ഗ്രൂപ്പ്. കണ്ടോ, ഇത് വേറൊരു ഗ്രൂപ്പാണ്. അങ്ങനെ പല ഗ്രൂപ്പായിട്ട് കളിക്കുന്നവരുണ്ട്. അത് കഴിഞ്ഞിട്ട് കണ്ട ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള പട്ടികൾക്കൊക്കെ ഒരങ്കിള് ബിസ്ക്കറ്റ് മേടിച്ച് കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് സ്കൂളിലെ NCCയും ബാൻഡും പിന്നെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. എല്ലാ സ്കൂളിലുണ്ട്. ആ കാണുന്ന റെഡ് വിമല ഹൃദയം, പിന്നെ ക്രിസ്തുരാജ്, അങ്ങനെ എല്ലാ സ്കൂളിലെ കുട്ടികളും ഉണ്ടായിരുന്നു. NCC അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോഴത്തേക്ക് ഇവിടെ ആളുകൾ മാത്രമല്ല ജോയിങ്ങിന് വരുന്നത്, കുറേ പട്ടികളുമുണ്ട് ഗീസ്. അവരും ഇവിടെ ഇങ്ങനെ എന്നും വാക്കിങ്ങിന് വരാറുണ്ട്. അപ്പോൾ അവിടെ നിന്നൊരു ചേട്ടൻ പറഞ്ഞത്, വെളുപ്പിനെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടിച്ചിട്ട് കടിക്കുമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ എന്തായാലും ഭാഗ്യത്തിന് 7:30ക്കാണ് പോയത്. പിന്നെ അവിടെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ ആഘോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ഓഫീസേഴ്സ്, ഫോറസ്റ്റ് ഓഫീസേഴ്സ് വരെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കറങ്ങി കാറിട്ട സ്ഥലത്തിൻ്റെ അവിടെ എത്താറായി. ഒരു റൗണ്ട് ആയപ്പോൾ ഈ ഒരു വനം കണ്ടോ? ഇതിന് പറയുന്ന പേര് മിയാവാക്കി എന്നാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാപ്പനീസുകാരനായ ഒരാൾ ചെയ്തൊരു തീമാണ്. ഇങ്ങനെ ഡെൻസായിട്ടൊരു ഫോറസ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് ഷായുടെ കയ്യിൽ കാക്കത്തൂറി ഗൈസ്. അത് തുടച്ചിട്ട് ഞങ്ങൾ വീണ്ടും സെക്കൻഡ് റൗണ്ട് ഓടിത്തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഞാൻ നടന്ന് നല്ലപോലെ ക്ഷീണിച്ചു ഗൈസ്. കുറച്ചൊക്കെ ഓടിയും കുറച്ചൊക്കെ നടന്നും ഞാൻ നല്ലപോലെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ഷായും ഏകദേശം ക്ഷീണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 റൗണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് എക്സസൈസ് ചെയ്യാം കുറച്ച് നേരം.
അങ്ങനെ ഷാ പറഞ്ഞു തരുന്ന ഓരോ എക്സസൈസും ഞാൻ ചെയ്യാമെന്ന് കരുതി ഗൈസ്. പക്ഷേ എനിക്ക് ഒരുപാട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഷാ ഒരു 10 എണ്ണം ചെയ്യുമ്പോഴത്തേക്കും ഞാനൊരു 5 എണ്ണം ചെയ്യും, എന്നിട്ട് ഞാനങ്ങ് നിർത്തും. വീണ്ടും അടുത്ത ഒരു എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഷാ ഒരു 5 എണ്ണം ചെയ്യുമ്പോൾ ഞാനൊരു 3 എണ്ണം ചെയ്യും. അങ്ങനെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു ഓരോ എക്സസൈസും. ആദ്യത്തെ ഡേ നമുക്ക് കുറച്ച് വേദനയും കാര്യങ്ങളൊക്കെ കാലിനും കൈക്കും ഒക്കെ കാണും. പക്ഷേ പിന്നെ അങ്ങോട്ടത് ഓക്കെ ആവും. അത് മാത്രമല്ല, ഈ എക്സസൈസ് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് തന്നെ ഭയങ്കര ആശ്വാസമാണ്, നമുക്ക് തന്നെ ഭയങ്കര ആശ്വാസമാണ്. എന്തോ ഭയങ്കര ഫ്രീ ആവുന്നൊരു ഇതാണ്. അത് മാത്രമല്ല, രാവിലെ ആശ്രമത്തിൽ പോകുമ്പോൾ തന്നെ നമുക്ക് മൈൻഡ് ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെയാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടന്ന് ഓടിയൊക്കെ വന്നതിന് ശേഷം ഒന്ന് എക്സസൈസൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ ഒന്ന് ഇരിക്കുമ്പോഴത്തേക്കും ബോഡിക്ക് ഭയങ്കര റിലാക്സേഷനാണ്. അല്ലാത്ത സമയം നമുക്ക് ഈ ഒരു മന്ദത വയ്യായികയൊക്കെ തോന്നുമ്പോഴത്തേക്കും ഇങ്ങനെ കുറച്ച് എക്സസൈസൊക്കെ ഒന്ന് ചെയ്ത് നോക്ക്, കിടിലമായിരിക്കും. പഠിച്ചയായ ഞാനിങ്ങനെ പറയുന്നുണ്ട്, ഷാ എനിക്കിനി വയ്യ പറ്റത്തില്ല എന്ന്. പക്ഷേ ഷാ എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗീസ്. ഓടാനായാലും അതുപോലെ തന്നെ, എക്സസൈസ് ചെയ്യാനായാലും അതുപോലെ തന്നെ, രാത്രി ഉറങ്ങുന്നതിന് മുമ്പേയും അതുപോലെ തന്നെയാണ്. റൂമിൽ എന്നെ കൊണ്ട് എക്സസൈസൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇന്നും അതുപോലെ തന്നെയായിരുന്നു. ഞാൻ ഓടാതെ നടന്ന് പോകുമ്പോഴത്തേക്ക് എന്നെ ബാക്കിൽ നിന്ന് വിളിച്ച് ഇങ്ങനെ തെള്ളി ഷായും കൂടെ ഓടാറാണ് ചെയ്തത്. പക്ഷേ അന്നേരം കുറച്ച് മടി കാണിച്ചെങ്കിലും പിന്നെ അത് ഭയങ്കര ഒരു റിലാക്സേഷൻ ആയിരുന്നു. അവിടുത്തെ നേച്ചറും കാര്യങ്ങളും മൊത്തത്തിൽ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബായിരുന്നു ഗീസ്. അങ്ങനെ നമ്മുടെ ഷാ എക്സസൈസ് ചെയ്ത് അവസാനം മരത്തിൽ വരെ കയറി എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് ഗീസ്. മരം മറിയുന്നില്ല. വിശാലമായ സ്ഥലം കിടക്കുന്നു. One, 2, 3, 4, 5, 6, 7, 8, 9 മതിയാ? കുനിയിട്ട് സൈഡിലാ. വാ. 7, 8, 9, 10, 1, 2, 20 ചെയ്യണം. അടി സന്തോഷവതിയായി ഞങ്ങൾ തിരിച്ചു പോകുന്നതാണ്. സമയം 8:59, 9 മണിയായി. ഞങ്ങൾ വന്നത് 7:45 അങ്ങാണ്ടായപ്പോഴാണ്. 9 മണി വരെ നിന്ന് എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, സമയം 9 മണിയായിട്ടുണ്ട്. 8:59 ആയിട്ടുണ്ട്. ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഗൈസ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഷാ ഇത്രയും കഷ്ടപ്പെടുന്നില്ലേ ഷാ? അല്ലേ? എന്തൊരു ശബ്ദമാറ്റം. ഗൈസ്, അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. സൈനിങ് ഓഫ്. സബീലാലി.